ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബീറ്ററോ വിപ്പിംഗ് ക്രീമോ ഒന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഒരു ഐസ്ക്രീം വീട്ടിൽ ചെയ്ത് നോക്കിയാലോ. അപ്പൊ നമ്മൾ കസ്റ്റർഡ് ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാൻ 250 ml പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു അര ഗ്ലാസ് പാൽ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പാൽ ഞാൻ ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അര ഗ്ലാസ് പാൽ കൂടി ഒഴിച്ചിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം, കട്ട പിടിക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്തെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ് എത്രത്തോളം പഞ്ചസാര ചേർക്കണം എന്നുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു. ഇവിടെ ഉള്ളവർക്ക് മധുരം അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ മധുരം കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഈ ഒരു പാകമാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഈ അടിച്ചെടുത്തിരിക്കുന്ന മിശ്രിതം ഒരു മൂടിയുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ എൻ്റെ ലഞ്ച് ബോക്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കവർ ചെയ്തിട്ട് വേണം മൂടി വെക്കാൻ, കാരണം വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ പ്ലാസ്റ്റിക് കവറാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതൊരു 4 മണിക്കൂർ നമുക്ക് സെറ്റാവും ഫ്രീസറിൽ വെക്കാം. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ആ പാത്രത്തിൽ തന്നെ ഒഴിച്ചിട്ട് മൂടി വെച്ച് നമുക്ക് ഫ്രീസറിൽ തന്നെ വെക്കാം. മൂടി വെക്കുമ്പോൾ കവർ ചെയ്യാൻ മറക്കില്ലേ. അപ്പം ഇനി ഇതൊരു 8 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം സെറ്റാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീറ്ററോ വിപ്പിംഗ് ക്രീമോ ഒന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി.